ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു JASDIARIES. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓണിയൻ, ടൊമാറ്റോ, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കേട്ടോ. ടൊമാറ്റോൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. പിന്നെ ഒരു ബൗളെടുത്തേക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യാം. അതിന് ശേഷം ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഏതെങ്കിലും ഉപയോഗിക്കാം. ഞാൻ രണ്ടും ഓരോ കപ്പ് വീതമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഞാൻ ചെറിയ ചൂടുള്ള പാല്, ഒരു 2 കപ്പോളം പാല് നമുക്ക് ഒഴിച്ചിട്ട്, ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് എടുക്കണം. പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പാലും ഒഴിച്ചിട്ടുണ്ട്. സാധാ വെള്ളത്തിൽ, ചെറു ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിത് വെള്ളം ഒഴിച്ച് പാലൊഴിച്ചിട്ടോ അത് സെറ്റാക്കി എടുക്കാം. നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് നന്നായി റെഡിയാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ശേഷം നമ്മൾ 1 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒന്ന് പൊങ്ങി വരണം, അതിന് വേണ്ടിയിട്ട് ഒരു മൂടി വെക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും. ഇവിടെ തണുപ്പായതുകൊണ്ട് അത് പെട്ടെന്ന് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണം. ഇനി വെജിറ്റബിൾസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റോ എന്തൊക്കെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്യാം, പനീർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഒക്കെ നമ്മുടെ ഓപ്ഷനിലാണ്, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായിട്ട് ഇതിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഏതെങ്കിലും ഓയിലോ വെളിച്ചെണ്ണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഒലീവ് ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്താൽ മതി. ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ മാവ്, ഇത് ഒരു 2 കോരിയോ അല്ലെങ്കിൽ ഒരു 3 കോരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി. എത്രത്തോളം വലുപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം നമുക്ക്. ശേഷം നമ്മളിത് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയൊക്കെ ആവും. അപ്പോൾ അന്നേരം കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളത് മറിച്ചിടണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഒരു മീഡിയം ലെവലിൽ തീ കത്തിച്ചാൽ മതി. അങ്ങനെ നമ്മൾ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത്, മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവാൻ ശ്രദ്ധിക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.